അപ്പോൾ എങ്ങനെയാണ് ആ പ്രവാചകനെ സ്നേഹിക്കേണ്ടത് എന്നാണ് അടുത്ത ഒരു ചോദ്യം. നമ്മൾ മനസ്സിലാക്കേണ്ടതേ, എല്ലാറ്റിനും കൃത്യമായ പ്രമാണമുള്ള ഒരു മതമാണ് ഇസ്ലാം. അതെ. നിങ്ങൾ പ്രവാചകനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പോകില്ല. പ്രവാചകനെ സ്നേഹിക്കാനുള്ള ശരിയായ വഴികളും അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു കാര്യവും നമ്മൾ ആലോചിച്ച് തീരുമാനിക്കട്ടെ, അത് അവർക്ക് ബുദ്ധിയുണ്ടല്ലോ അവർക്ക് തീരുമാനിക്കട്ടെ എന്ന് കരുതിയിട്ട് വിട്ടിട്ടില്ല. അങ്ങനെ ബുദ്ധിയും വിവേകവും കൊടുത്ത് ആലോചിച്ച് ചിന്തിക്കേണ്ടുന്ന കാര്യങ്ങൾ മാത്രമേ വിട്ടിട്ടുള്ളൂ. മറിച്ച് സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കണം, അതൊരു ദീനിൻ്റെ ഭാഗമാണല്ലോ. ദീനിൻ്റെ ഭാഗം ഓരോരുത്തരും അവനവൻ്റെ ചിന്ത വെച്ചുകൊണ്ട് ഉണ്ടാക്കേണ്ടതല്ല. അതുകൊണ്ട് എങ്ങനെ സ്നേഹിക്കണം? സ്നേഹിക്കേണ്ടത് തീർച്ചയായും അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ളവർ പ്രവാചകനെ സ്നേഹിച്ചിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ലല്ലോ. വിശുദ്ധ ഖുർആനിലെ ഒരായത്ത്, സൂറത്തുൽ ബഖറ 137 ആയത്ത്, ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. അതായത് സ്വഹാബത്തിനെ അഭിസംബോധന ചെയ്തിട്ടാണ് പറയുന്നത്, മറ്റുള്ളവർ നിങ്ങൾ വിശ്വസിച്ചതുപോലെ, നിങ്ങൾ ആചരിച്ചതുപോലെ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കുകയും ആചരിക്കുകയും വിശ്വസിക്കുകയുമാണെങ്കിൽ അവരും ഹിദായത്തിലാകും. അപ്പോൾ നമുക്ക് ഹിദായത്തിൻ്റെ മാർഗം ലഭിക്കണമെങ്കിൽ ഒരു സൽപാന്താവിലൂടെ നമുക്ക് പോകണമെങ്കിൽ എല്ലാ വിഷയത്തിലും, നമ്മുടെ വിശ്വാസകാര്യങ്ങളിലാകട്ടെ, കർമ്മങ്ങളിലാകട്ടെ, നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളിലാകട്ടെ, ആഘോഷങ്ങളിലാകട്ടെ, എവിടെയും നമുക്ക് യഥാർത്ഥ വഴി കണ്ടെത്തണമെങ്കിൽ സ്വഹാബത്തിൻ്റെ വഴി സ്വീകരിച്ചേ മതിയാകൂ എന്നാണ് ഇതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് സ്വഹാബത്ത് എങ്ങനെ പ്രവാചകനെ സ്നേഹിച്ചു, അത് പ്രധാനമല്ലേ. പ്രവാചകനെ സ്വഹാബത്ത് അങ്ങേ അറ്റം സ്നേഹിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, സ്വന്തം ജീവൻ കൊണ്ട് പ്രവാചകന് പ്രതിരോധം തീർത്ത സ്വഹാബിമാർ. പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് ആ രൂപത്തിൽ നമ്മൾ സ്നേഹിക്കേണ്ടതുണ്ട്. നമ്മുടെ ശരീരം കൊണ്ട് തന്നെ. ഇപ്പോൾ നമുക്ക് ശരീരം കൊണ്ട് പ്രവാചകനൊരു പ്രതിരോധം തീർക്കാനില്ല. അത് പിന്നെ എങ്ങനെയാണ് പ്രവാചകന് പ്രതിരോധം നമ്മൾ തീർക്കേണ്ടുന്നത്? സ്വന്തം ജീവിതത്തിൽ പ്രവാചകൻ്റെ കൽപ്പനകൾ അത് പുലർത്തിക്കൊണ്ടാണ്, അനുസരിച്ചുകൊണ്ടാണ്. പ്രവാചകനെ അനുസരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശരിക്ക് നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാരൊക്കെ എടുത്തു പറയുന്ന ഒരായത്തുണ്ട്, ആയത്തുൽ ഇംതിഹാൻ എന്ന് പറഞ്ഞിട്ട്. ആയത്തുൽ ഇംതിഹാൻ, പരീക്ഷണത്തിൻ്റെ ആയത്ത്. എല്ലാവരും പറയുന്നുണ്ട് ഞങ്ങൾക്ക് അള്ളാഹിനോട് ഇഷ്ടമുണ്ട്, ഞങ്ങൾക്ക് പ്രവാചകനോട് ഇഷ്ടമുണ്ട്, അല്ലേ? അപ്പോൾ പ്രവാചകനോട് ഇഷ്ടമുണ്ട്, പ്രവാചകനെ സ്നേഹിക്കുന്നുണ്ട്, അള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ട്, അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ അതൊന്ന് പരീക്ഷിക്കണമല്ലോ. അള്ളാഹ് ഒരു പരീക്ഷണത്തിൻ്റെ ആയത്തായിട്ട് ഇറക്കിയതാണ്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുക്കും. നിങ്ങൾ അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ? അള്ളാഹിൻ്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ? അള്ളാഹിൻ്റെ ശരീഅത്തിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? നിങ്ങൾ എന്നെ ജീവിതത്തിൽ പിൻപറ്റുക. എങ്കിൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു, നിങ്ങൾ പ്രവാചകനെ ഇഷ്ടപ്പെടുന്നു. അതിനുള്ള ഒരു മാനദണ്ഡം, അത് ഉണ്ട് എന്ന് ഉറപ്പാക്കാനുള്ളൊരു മാനദണ്ഡം എന്താണ്? നിങ്ങളുടെ ജീവിതത്തിൽ പ്രവാചകനെ അനുധാവനം ചെയ്യണം എന്നതാണ്. അത് ഏറ്റവും പ്രധാനമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രവാചകനെ സ്നേഹിക്കേണ്ടുന്ന, പ്രവാചകനോടുള്ള നമ്മുടെ അങ്ങേയറ്റത്തെ സ്നേഹം പ്രകടിപ്പിക്കേണ്ടുന്ന എത്രയെത്ര രംഗങ്ങളുണ്ട്. ഒന്ന്, പ്രവാചകൻ്റെ ജീവിതത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത് മുഴുവൻ നമ്മൾ ജീവിതത്തിൽ പിന്തുടരുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്ന മുഴുവൻ കാര്യങ്ങളും അത് സത്യമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് പ്രവാചകനെ നമ്മൾ സത്യപ്പെടുത്തണം. മൂന്നാമത്തത്, പ്രവാചകൻ നമ്മുടെ ജീവിതത്തിൽ പാടില്ല എന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ മുഴുവൻ നമ്മൾ ഒഴിവാക്കണം.